ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ മാസം 22-ാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കത്തോലിക്ക തിരുനാളാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. വിശുദ്ധനെ കുറിച്ച് പറയപ്പെടുക ഇങ്ങനെയാണ്: ഒരുപാട് വിശേഷണങ്ങൾ. യാത്രികനായ പാപ്പ, കുടുംബങ്ങളുടെ പാപ്പ, തീർത്ഥാടകൻ, ക്ഷമിക്കുന്ന പാപ്പ. പറഞ്ഞാലും തീരത്തില്ല ഈ വിശുദ്ധൻ്റെ ജീവിത കഥയും അത്ഭുതങ്ങളുമെല്ലാം. അപ്പോൾ 1920 മെയ് മാസം 18-ാം തീയതി ആസ്ട്രോ വോയ്റ്റീവ, എമീലിയ വോയ്റ്റീവ എന്ന ദമ്പതികളുടെ മൂന്നാമത്തെ പുത്രനായിട്ടായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭൂജാതനാകുന്നത്. ലോലക് എന്ന ചെറുനാമമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മൂത്ത സഹോദരൻ എഡ്മണ്ട്, സഹോദരി ചെറിയ പ്രായത്തിൽ തന്നെ, ആഴ്ചകൾ മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ, വേഗം തന്നെ മരണപ്പെട്ടു. ഇവർ ജീവിച്ചിരുന്ന വീടിനടുത്ത് തന്നെ മാതാവിൻ്റെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. വിശുദ്ധൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഈ ദേവാലയത്തിനുണ്ടായിരുന്നു. നമ്മളത് പിന്നീട് കേൾക്കും. 1929 ഏപ്രിൽ മാസം 13-ാം തീയതി 3-ാം ക്ലാസ്സിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വന്തം അമ്മയെ നഷ്ടപ്പെടുകയാണ്. രാവിലെയും വൈകുന്നേരവും പിന്നീട് ഈ മകനെ ചങ്കോട് ചേർത്ത് വെച്ച് അപ്പൻ ജപമാല ചൊല്ലി അമ്മയെ കാട്ടിക്കൊടുക്കുമായിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ടതോടുകൂടെ ജോൺ പോൾ രണ്ടാമൻ ലോലക് വരുന്ന അമ്മമാരോടെല്ലാം, സ്ത്രീകളോടൊക്കെ ഒരു പ്രത്യേക അടുപ്പം കാണിക്കാൻ തുടങ്ങി. മോശമായിട്ടല്ല, അമ്മയോട് ഒരു മാതൃത്വം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു അടുപ്പം. അടുത്തുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുചെന്ന് അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിർത്തിയിട്ട് പറഞ്ഞു: മോനെ, ഇന്നു മുതൽ ഇതാ നിന്റെ അമ്മ. തോത്തൂസ് തോസ്, എല്ലാം അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ വചനത്തിലേക്കൊക്കെ പിന്നീട് പരിശുദ്ധ പിതാവിനെ കൊണ്ടു ചെന്നെത്തിച്ചത് ഈ കാലഘട്ടത്തിൽ, ചെറിയ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കൊണ്ട് നടന്ന് സ്നേഹിച്ച ആ ഒരു പാരമ്പര്യമാണ്. അപ്പോൾ വിശുദ്ധനെ മടിയിലിരുത്തിക്കൊണ്ട് അപ്പൻ വിശുദ്ധ ജപമാല ഉച്ചരിക്കുമായിരുന്നു. 2 ജപമാലകളിലല്ല, ഒറ്റ ജപമാലയിൽ ഇരുവശങ്ങളിൽ നിന്ന് അവർ കൊന്ത ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത്ര മനോഹരമായിട്ടാണ് ഇവർ വളർന്നു വന്നത്. ഏറെ കഴിഞ്ഞില്ല, 1932 എഡ്മണ്ട് എന്ന ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടി മരണപ്പെടുകയാണ്. അതോടെ വലിയൊരു ഒറ്റപ്പെടലിലേക്ക് കുഞ്ഞു ലോലക്ക് കടന്നു ചെല്ലുകയാണ്. അന്ന് അദ്ദേഹത്തിന് വെറും 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഉപരിപഠനത്തിന് പോവുകയാണ്. പോളിഷ് ഭാഷയോടൊപ്പം ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മൻ തുടങ്ങിയ ഭാഷകളെല്ലാം അദ്ദേഹം പഠിക്കുകയാണ്, ഹൃദയസ്ഥമാക്കുകയാണ്. 1938 ആയപ്പോഴേക്കും വലിയ യുദ്ധം അവിടേക്ക് അരങ്ങേറുകയാണ്. റഷ്യ, ജർമ്മനി എല്ലാം കൂടെ പോളണ്ടിനെ അടിച്ചമർത്തി കീഴടക്കി. ഒരു ചെറിയ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം നാസികളുടെ കീഴിലായി. ഇവരെല്ലാവരും രക്ഷപ്പെട്ടു ഓടേണ്ടി വന്നു. പിന്നീട് വർഷങ്ങളോളം കെമിക്കൽ ഫാക്ടറിയിലും അതുപോലെ ബേക്കറികളിലും പിന്നീട് പാറമടയിലുമെല്ലാം ഇദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. 1941 ഫെബ്രുവരി മാസം 18-ാം തീയതി അപ്പനെ കൂടെ ലോലക്കിന് നഷ്ടപ്പെടുകയാണ്. 21 വയസ്സ് മാത്രമേ അന്ന് ലോലക്കിനുണ്ടായിരുന്നുള്ളൂ എന്നോർക്കണം. ഭൂമിയിൽ ഒറ്റയ്ക്കായി, ഇനി ആരും എനിക്കില്ല, ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പതിയെ ലോലക്കിന് മനസ്സിലായി, കർത്താവ് ഇങ്ങനൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. 1942 ആയപ്പോഴേക്കും തൻ്റെ ഉള്ളിൽ എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവൻ കണ്ടെത്തി. ഒരു വൈദികനാകണം, ഒരു പുരോഹിതനാകണം. അതവൻ കണ്ടെത്തി. ഒരു ദിവസം ദേവാലയത്തിൽ പോയി മടങ്ങവേ ഒരു ട്രക്ക് വന്ന് ഇദ്ദേഹത്തെ ഇടിച്ചിടുകയാണ്. ആരും നോക്കാനില്ല, ട്രക്ക് കടന്നുപോയി. പരിശുദ്ധ അമ്മയുടെ സ്വരൂപം, ദേവാലയത്തിലെ സ്വരൂപം അവിടെ കിടന്നുകൊണ്ട് കൊച്ചു ലോലക്ക് കണ്ടു. നിറഞ്ഞ കണ്ണുകൾ, വലിയ വേദന. തോത്തൂസ് തൂസ്, അമ്മേ, എല്ലാം അമ്മയ്ക്കായി. ഈ ഒരു വാക്ക് അവൻ ഉച്ചരിച്ചു. പെട്ടെന്നൊരു സ്ത്രീ, പരിചയമുണ്ടായിരുന്നതാണ്, വന്നു കൈക്ക് പിടിച്ച് ലോലക്കിനെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയാണ്. ലോലക്ക് പിന്നീട് ആരോഗ്യവാനായി തിരികെ എത്തുകയാണ്. അപ്പോഴേക്കും 1945 ആയപ്പോഴേക്കും പതിയെ യുദ്ധമെല്ലാം അവസാനിച്ചു.
എങ്ങും ശാന്തത. പക്ഷെ കൊച്ചു ലോലക്കിൻ്റെ ഹൃദയത്തിൽ മാത്രം ശാന്തത ആയി വന്നില്ല. കാരണം ഇനിയും എന്തൊക്കെയോ കർത്താവ് എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ലോലക്കിന് അറിയാമായിരുന്നു. പിന്നീട് ഇദ്ദേഹം വൈദികനായി തീർന്നു. തുടർന്ന് ഉപരിപഠനത്തിനായി റോമിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിൽ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പുണ്യവാളന്റെ ദർശനത്തിൽ എന്ന വിഷയത്തിൽ ഇദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയാണ്, ഉപരിപഠനം പൂർത്തിയാക്കുകയാണ്. 1958 ജൂലൈ മാസം 4-ാം തീയതി ഇദ്ദേഹം ക്രക്കോവിയയിലെ സഹായമെത്രാനായി ഉയർത്തപ്പെട്ടു. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ 1964 ആയപ്പോഴേക്കും ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 1967 ജൂൺ മാസം 26-ാം തീയതി പോൾ 6-ാമൻ മാർപ്പാപ്പ ലോലക്കിനെ കർദിനാളാക്കി ഉയർത്തി. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. പിന്നീട് പോൾ 6-ാമൻ മാർപ്പാപ്പ കടന്നു പോകുന്നു. തുടർന്ന് കടന്നു വരുന്നത് ആരാണ്? നമുക്കറിയാം, ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പ. ജോൺ പോൾ 1-ാമൻ മാർപ്പാപ്പയുടെ ജീവിത കാലഘട്ടം, മാർപ്പാപ്പയായിട്ടുള്ള കാലഘട്ടം വെറും 33 ദിവസം മാത്രമാണ് നീണ്ടു നിന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പ്രഖ്യാപനത്തിനുള്ള, വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വീണ്ടും കോൺക്ലേവ് വിളിക്കപ്പെടുകയാണ്. അന്ന് ആരോ നൽകിയ 200 യൂറോയിൽ നിന്നും വെറും 50 യൂറോ മാത്രം കയ്യിൽ സൂക്ഷിച്ചിട്ട്, സാധാരണ കർദിനാളന്മാർ കോൺക്ലേവിന് പോകുമ്പോൾ ചുവന്ന സോക്സുമായിട്ടാണ് പോകുന്നത്. ഒരു കീറിയ കറുത്ത സോക്സുമായി ഞാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം റോമിലേക്ക് പോവുകയാണ്. പിന്നീട് അതുപോലൊരു തിരിച്ചുവരവുണ്ടായില്ല. കർത്താവേ, ഇതെന്നോട് ചെയ്യരുതേ എന്ന് ആ കോൺക്ലേവിനിടയിൽ മാർപ്പാപ്പ പറഞ്ഞു അത്രേ. ഒടുവിൽ ജോൺ പോൾ 2-ാമൻ എന്ന പേര് സ്വീകരിച്ച് ഇദ്ദേഹം മാർപ്പാപ്പയായിട്ട് ഉയർത്തപ്പെടുകയാണ്. ആയിരുന്ന കാലഘട്ടത്തിൽ ഈ മാർപ്പാപ്പ 27 വർഷം പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഇദ്ദേഹം ഇരുന്നു എന്നാണ്. 27 വർഷം. 9-ാം പിയൂസ് മാർപ്പാപ്പയ്ക്കും പത്രോസ് ലീഹായ്ക്കും ശേഷം ഏറ്റവും അധികം വർഷം പത്രോസിൻ്റെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് തിരുസഭയെ നയിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. ഈ 27 വർഷ കാലഘട്ടത്തിൽ തിരുസഭയെ കൈപിടിച്ച് നടത്തി ഒരുപാട് അസ്വസ്ഥതകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്ന കാലഘട്ടം. സഭയെ മുന്നിൽ നിന്ന് കൈപിടിച്ച് നടത്തിയ വ്യക്തിയായിരുന്നു വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. 3-ാം സഹസ്രാബ്ദത്തിലേക്ക് കത്തോലിക്ക സഭയെ കൈപിടിച്ചുകൊണ്ട് നടന്നു. 2000-ാം ആണ്ടിൽ മഹാജൂബിലി വർഷം ആഘോഷിക്കപ്പെട്ടു. കരുണയുടെ തിരുനാൾ സ്ഥാപിച്ചു. 2005-ൽ ഇതുപോലൊരു കരുണയുടെ തിരുനാൾ ദിനമായിരുന്നു അദ്ദേഹം കരുണയുടെ പാപ്പ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നത്. അദ്ദേഹത്തിൻ്റെ 27 വർഷത്തെ ജീവിത കാലഘട്ടത്തിൽ 15 ചാക്രിക ലേഖനങ്ങൾ, 14 അപ്പസ്തോലിക ഉത്ബോധനങ്ങൾ, 11 അപ്പസ്തോലിക നിയമസംഹിതകൾ, 45 അപ്പസ്തോലിക ലേഖനങ്ങൾ എഴുത്തുകളിലൂടെയും കവിതകളിലൂടെയും കഥകളിലൂടെയും എല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധർ എപ്പോഴും തിരുസഭയ്ക്ക് മുൻപിൽ ഒരു മാതൃകയാണ് എന്ന കൃത്യമായ ബോധ്യം ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത്ഭുതം എന്നേ പറയേണ്ടുള്ളൂ. ആർക്കും സാധിക്കാത്തൊരു കാര്യം. 1344 വാഴ്ത്തപ്പെട്ടവരെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. 483 പേരെ അദ്ദേഹം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസ, അതുപോലെയുള്ള വിശുദ്ധരെല്ലാം ആ കാലഘട്ടത്തിലാണ് കയറി വരുന്നത്. 1997 വിശുദ്ധ കൊച്ചു തെരേസ്യ പുണ്യവതിയെ വേദപാരകതയാക്കുന്നതും വിശുദ്ധനായിരുന്നു വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. പാദ്രെ പിയോ പോലെയുള്ള സംശയാസ്പദമായി എന്ന് വെച്ചാൽ എങ്ങനെ വിശുദ്ധനാക്കാമോ എന്ന് ചിലരെക്കുറിച്ച് സംശയപൂർവകമായി സഭ കണ്ടിരുന്ന കാലഘട്ടത്തിൽ പോലും ഇത് വിശുദ്ധരാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബോധ്യങ്ങളുമായിട്ട് ജ്ഞാനം, വിവേകം, ബുദ്ധി, അറിവ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുമായി കടന്നു വന്ന ഈ വിശുദ്ധൻ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. തീർത്ഥാടകനായ മാർപ്പാപ്പ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 129ഓളം രാജ്യങ്ങളിൽ 27 വർഷം കൊണ്ട് അദ്ദേഹം കടന്നു ചെന്നിട്ടുണ്ട്. 1986-ൽ ഭാരതത്തിലും അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ 129 രാജ്യങ്ങൾ. ഓരോ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അദ്ദേഹം ആദ്യം ചെയ്തിരുന്നത് മുട്ടുകുത്തി നിലം വരെ വണങ്ങി ആ നിലം മണ്ണ് ചുംബിക്കുമായിരുന്നത്രേ. ഈ ദേശത്തെ മുഴുവൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട്
റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് റഷ്യയെ സമർപ്പിക്കുന്നുണ്ട്. നമുക്ക് 1991 USSRന്റെ തകർച്ചയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ തൂത്തൂസ് പരിശുദ്ധ അമ്മയുടെ മാർപ്പാപ്പയായിരുന്നു. ഒരുപാട് രചനകളിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം തിരുസഭ എന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു. 1981 മെയ് മാസം 13 ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. 1981 മെയ് മാസം 13 അലി അഗ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാർപ്പാപ്പയുടെ പബ്ലിക് ഓഡിയൻസിൻ്റെ സമയത്ത് പാപ്പ മൊബൈലിൽ അദ്ദേഹം യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വെടിയുതിർക്കുകയാണ് വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച്. 3 വെടിയുണ്ടകൾ ഉതിർത്തു. അതിലൊന്ന് ലക്ഷ്യം കണ്ടില്ല. അത് കൃത്യമായിട്ടും ഹൃദയഭാഗത്തേക്കായിരുന്നു. ബോധം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത്, അന്വേഷിച്ചത് തൻ്റെ കഴുത്തിലെ പരിശുദ്ധ അമ്മയുടെ ഉടുപ്പ് ഉത്തരീയമായിരുന്നു. ബന്ദിങ്ങ അന്വേഷിച്ചു. പരിശുദ്ധ അമ്മയുടെ തിരുവസ്ത്രമാണല്ലോ ബന്ദിങ്ങ. അന്വേഷിച്ചു, നൽകപ്പെട്ടു. കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. പിന്നീട് ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ 3 വെടിയുണ്ടകളുമായി അദ്ദേഹം ഫാത്തിമയിലെത്തി. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ കിരീടത്തിൽ ഇന്നും ഈ 3 വെടിയുണ്ടകളുണ്ടത്രേ. അമ്മയാണ് എന്നെ രക്ഷിച്ചത്, അമ്മയ്ക്കായി ഞാൻ മുഴുവൻ സമർപ്പിക്കും. തോത്തോസ് മരിയാനോസ്. എല്ലാ സമയവും അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു കൊച്ചു പുത്രൻ്റെ കഥയാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ. ഇന്ന് ഒക്ടോബർ മാസം 22 സാധാരണ വിശുദ്ധരെല്ലാം മരിക്കുന്ന ദിവസമാണ് അവരെ ഓർക്കുന്നത്. ഏപ്രിൽ മാസം 2 ആയിരുന്നല്ലോ ഇദ്ദേഹം മരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഒക്ടോബർ മാസം 22 ഇന്നത്തെ ദിവസം വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുന്നു? കാരണമുണ്ട്. 1978 ഒക്ടോബർ മാസം 16 ആയിരുന്നു ജോൺ പോൾ II മാർപ്പാപ്പ. പറയപ്പെടുക 455 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറ്റലിക്ക് പുറത്ത് നിന്ന് ഒരു മാർപ്പാപ്പ കടന്നു വരുന്നത്. അഡ്രിയാൻ 6 മാർപ്പാപ്പയ്ക്ക് ശേഷം ഏകദേശം 455 വർഷങ്ങൾക്ക് ശേഷം ജോൺ പോൾ II മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. 1978 ഒക്ടോബർ മാസം 16 തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ 1978 ഒക്ടോബർ മാസം 22 അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് ഔദ്യോഗികമായി പ്രവേശിച്ചത്. ഇത്ര പ്രാധാന്യത്തോടുകൂടെ ഈ ഒക്ടോബർ മാസം 22 തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അത്രമാത്രം ഈ ഓഫീസിൽ ഇരുന്നു കൊണ്ട്, മാർപ്പാപ്പ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ പറഞ്ഞാലും മതിയാവില്ല. കുടുംബങ്ങളെ സ്നേഹിച്ചിരുന്ന മാർപ്പാപ്പയായിരുന്നു. 1994 അഖില ലോക കുടുംബ സംഗമം അദ്ദേഹം വിളിച്ചു ചേർത്തു. 19ഓളം യുവജന സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 1996 മനില എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ആ ഒരു സമ്മേളനം ഇന്നും അത് റെക്കോർഡാണ്. അത്രയും പേർ ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് വരെയും അതിനുശേഷമോ അതിനു മുൻപോ ഒരുമിച്ച് കൂടിയിട്ടില്ല. പരിശുദ്ധ പിതാവിനെ എത്രമാത്രം ജനം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് അന്ന് മനിലയിൽ സംഭവിച്ചത്. പിന്നീട് മാർപ്പാപ്പ മരിക്കുന്ന അന്നത്തെ ആ ദിവസവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രത്യേകതയുണ്ട്. 2000 ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയെ പരിശുദ്ധ പിതാവ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. അന്നത്തെ ആ ദിവസം സംഭവിച്ച ഒരു കാര്യമുണ്ട്. അന്നത്തെ അതേ ദിവസം ഈ തിരുഉദ്ധാനത്തിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച കരുണയുടെ തിരുനാളായി മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് 2005 ഏപ്രിൽ മാസം 2 ഒരു കരുണയുടെ തിരുനാൾ ദിവസമാണ് ഈ വിശുദ്ധനായ കരുണയുടെ പാപ്പ സ്വർഗത്തിലേക്ക് പറന്നു കയറിയത്. കരുണയുടെ പാപ്പ കരുണയുടെ കവാടം തുറന്നിട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറി. ഇന്ന് വത്തിക്കാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാർപ്പാപ്പയുടെ കബറിടത്തിനടുത്ത് എപ്പോഴും ആൾക്കൂട്ടമാണ് പ്രാർത്ഥിക്കാൻ. അത്രയും സ്നേഹമാണ്. മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ അച്ഛനൊക്കെ ചെറിയ കാലഘട്ടം മുതൽ കണ്ട് പഠിച്ചു വന്നത് ജോൺ പോൾ II മാർപ്പാപ്പയെ. ആദ്യം ഉള്ളിലേക്ക് കടന്നു വരുന്നത് ജോൺ പോൾ II മാർപ്പാപ്പയുടെ മുഖമാണ്. ഈ പോളണ്ടിൻ്റെ വിശുദ്ധൻ, ലോകത്തിൻ്റെ മുഴുവൻ വിശുദ്ധൻ, സാർവത്രിക സഭയുടെ വിശുദ്ധൻ ജോൺ പോൾ II മാർപ്പാപ്പ. നമുക്ക് ഒരു വചനം കേൾക്കാം. എത്ര മനോഹരമായിട്ട് ജോൺ പോൾ II മാർപ്പാപ്പയെ ഈ വചനം വ്യാഖ്യാനിക്കുന്നുണ്ട്.
സങ്കീർത്തനം 73:25. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ ആരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. വിശുദ്ധനെ കുറിച്ച് പറയുക, ഇദ്ദേഹം അവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തരുടെയും പേരുകൾ പഠിക്കുമായിരുന്നത്രേ. കാണുന്ന ഒറ്റ നോട്ടത്തിൽ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, ഇദ്ദേഹം പേരുകളൊന്നും മറക്കാറില്ലായിരുന്നത്രേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാർപ്പാപ്പയുടെ പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറഞ്ഞു വെക്കുക, ഇദ്ദേഹം ആയിരുന്ന കാലഘട്ടത്തിൽ 2000-ഓളം വരുന്ന ബിഷപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും അവർ മുന്നിലൂടെ കടന്നു പോകും. ഒരു പ്രാവശ്യമൊക്കെ പേര് ചോദിക്കുകയുള്ളൂ, പക്ഷേ ഇരുന്ന് പഠിക്കും. പേരുകൾ വിളിച്ചായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്വിസ് ഗാർഡുകളുടെ പേരുകൾ പോലും മാർപ്പാപ്പയ്ക്ക് മനഃപ്പാഠമായിരുന്നു അത്ര. ഇത് വലിയൊരു ബോധ്യം നമുക്ക് തരികയാണ്, വലിയൊരു ബോധ്യം. പേര് വിളിച്ച് ആളെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. മാർപ്പാപ്പയ്ക്ക് അത് അറിയാമായിരുന്നു. കൃത്യമായിട്ടും മനുഷ്യ മനസ്സുകളിലേക്ക് ഈ മാടപ്പിറാവി ഇറങ്ങി ചെല്ലുമായിരുന്നു. പേര് വിളിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഇദ്ദേഹം മാറോടണയ്ക്കുമായിരുന്നു. അന്തസ്സിനെ പരിഗണിക്കുന്നതിൻ്റെ അർത്ഥമാണ് പേര് പഠിക്കുക എന്ന് പറഞ്ഞാൽ. എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോകുന്നുവെന്ന് മരണത്തിന് 6 മണിക്കൂർ മുൻപ് മാർപ്പാപ്പ പറഞ്ഞത്രേ. മരണത്തിന് 6 മണിക്കൂർ മുൻപ് അദ്ദേഹം പറഞ്ഞു വെച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആരാമത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഈ വിശുദ്ധൻ കടന്നു പോയത്. ഈ കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കണം. മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലഘട്ടം, ജനിച്ച കാലഘട്ടം 1920, 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കൊടുമ്പിരികൾ അവസാനിച്ച കാലഘട്ടത്തിലാണ് മാർപ്പാപ്പ കടന്നു വന്നത്. 1945 മാർപ്പാപ്പ പൗരോഹിത്യം സ്വീകരിക്കുന്നത് ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിലാണ്. 2-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. അപ്പോൾ വലിയ യുദ്ധങ്ങളുടെയും അസ്വസ്ഥതകളുടെയും ഒരു കാലഘട്ടം. അതോടൊപ്പം എല്ലാ തരത്തിലുമുള്ള താഴ്ന്ന ജോലികൾ ചെയ്ത ഒരു വിശുദ്ധൻ. പാറമടയിൽ, കെമിക്കൽ ഫാക്ടറിയിൽ, ബേക്കറികളിൽ ഒരു സാധാരണക്കാരനായിട്ട് ജോലി ചെയ്ത് കടന്നു വന്നു. ഇനി എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അമ്മ, അപ്പൻ, സഹോദരങ്ങൾ ആരുമില്ലായിരുന്നു. എല്ലാവരെയും നഷ്ടപ്പെടുത്തി. ആർക്ക് വേണ്ടി? ഈശോയ്ക്ക് വേണ്ടി. സർവ്വതും ഞാൻ ഉച്ഛിഷ്ടം പോലെ കർത്താവിനെ പ്രതി കാണുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അത് തന്നെയായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ ഇത്രമാത്രം പ്രാധാന്യം തിരുസഭയിൽ നിന്നും അർഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറഞ്ഞതൊക്കെയാണ്. ദുരിതങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്, യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്, ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടം കടന്നുപോയി. ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, ഒറ്റപ്പെടലിൽ മറ്റാരെക്കാളും മനസ്സിലാക്കുവാൻ ഈ വിശുദ്ധന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് തിരുസഭ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായിരിക്കുന്നിടത്തേക്കൊക്കെ ഒരുപാട് പേര് ഇന്ന് കടന്നു ചെല്ലുന്നത്. വിശുദ്ധൻ ജനിച്ച് വളർന്ന ക്രക്കോവയായിൽ ജനസാഗരമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രദേശങ്ങളിലെല്ലാം കടന്നു ചെല്ലുന്നത് പോലെ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ എത്ര സുന്ദരമായിട്ടാണ് ആൾക്കാർ ചെന്ന് നിശബ്ദമായിരുന്ന് മാർപ്പാപ്പയോട് സംവദിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി. നമുക്കും സ്വീകരിക്കാം ഈ വിശുദ്ധൻ്റെ മാതൃക. ഒന്നിനു വേണ്ടിയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു. ഒറ്റ കാര്യത്തിൽ, ദൈവസ്നേഹത്തിൽ, ഈശോയോടുള്ള സ്നേഹത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ബാക്കി എല്ലാവരോടും കരുണ, സ്നേഹം. ഒരിക്കൽ പറയപ്പെടുക, ഒരു യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് ഒരു യാചകനെ കണ്ടു ഇദ്ദേഹം. പണ്ടെന്നോ പട്ടം ഉപേക്ഷിച്ചു പോയൊരു വ്യക്തി, ഒരു വൈദികൻ. തിരിച്ചു വിളിച്ചു, എന്തു പറ്റി? അബദ്ധം പറ്റി, ഇങ്ങ് വാ. മുട്ടുകുത്തി ആ വൈദികൻ്റെ മുൻപിൽ കുമ്പസാരിച്ചു. പട്ടം തിരികെ കൊടുത്തു. കരുണയുടെ പാപ്പയായിരുന്നു, സ്നേഹത്തിൻ്റെ പാപ്പയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഴ്ചകളിലും ഒറ്റപ്പെടലുകളിലും ഈ വിശുദ്ധൻ നമ്മളോട് ചേർന്ന് നിൽക്കും. മറ്റാരെക്കാളും നമ്മളെ മനസ്സിലാക്കുവാൻ ഈ വിശുദ്ധനെ പറ്റും. നമുക്ക് ഈ വിശുദ്ധനോട് ചോദിക്കാം, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ ഒറ്റപ്പെടലിൽ, എനിക്ക് ആരുമില്ലാത്ത അവസ്ഥകളിൽ,
എന്നെ കൈപിടിച്ച് നടത്തണമേ, എനിക്കായി മാധ്യസ്ഥ്യം യാചിക്കണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.